സ്റ്റാർ ഹെൽത്തിലെ ആപ്ലിക്കേഷനിൽ മൊബൈൽ നമ്പർ കൊടുത്ത് OTP ജനറേറ്റ് ചെയ്യുകയാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അതിനുശേഷം ഇതുപോലൊരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. അവിടെ അതിൽ നിന്നും പ്രിവെൻറ്റീവ് കെയർ എന്നുള്ള ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ വരുന്ന നമ്മുടെ ആക്റ്റീവായിട്ടുള്ള പോളിസി ഇതിൽ നമുക്ക് എനേബിളായിട്ട് കാണാൻ പറ്റും. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ ഇതുപോലൊരു ഇൻ്റർഫേസ് വരും. അതിൽ നിന്ന് നമ്മുടെ ആർക്കാണ് ഏത് പേഷ്യൻ്റാണ് ആ പേഷ്യൻറ്റിൻ്റെ പേര് സെലക്ട് ചെയ്ത് കൊടുത്ത ശേഷം അത് ഹെൽത്ത് ചെക്കപ്പ് ആർക്കാണ് എടുക്കേണ്ടത് ആ ആളുടെ പേര് എന്ത് ചെയ്യുക, സെലക്ട് ചെയ്ത് കൊടുക്കുക പോളിസിയിലുള്ള. അതിനുശേഷം വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതേപോലെ ലൊക്കേഷൻ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ആയിരിക്കും വരുന്നത്. ലൊക്കേഷൻ എനേബിൾ ചെയ്ത് കൊടുത്ത ശേഷം നമുക്കിതിൽ ഇപ്പം കാണിച്ചിരിക്കുന്നത് പോലെ പാക്കേജസ് ആയിട്ടായിരിക്കും ഹെൽത്ത് ചെക്കപ്പ് വരുന്നത്. ഇപ്പം നിലവിൽ 4 പാക്കേജസാണ് കാണിക്കുന്നത്. അതെല്ലാം എന്താണ്, ഫ്രീ ആയിരിക്കും, നമുക്ക് ഫ്രീ കോസ്റ്റ് ആയിരിക്കും. അതിൽ ആവശ്യമുള്ള പാക്കേജാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, സെലക്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ ഞാൻ ഇതിൽ ഫസ്റ്റ് പാക്കേജാണ് സെലക്ട് ചെയ്യാൻ പോകുന്നത്. 1250 ഫ്രീ കോസ്റ്റിൽ ചെയ്യുന്നതിന് വേണ്ടി. ഇതിൽ നമുക്കിപ്പം 11 ടെസ്റ്റ് ആയിരിക്കും ഇതിൽ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നത്. അതുപോലെ തന്നെ ബാക്കിയുള്ളതിൽ 10 ടെസ്റ്റ് ഉണ്ട്, 10 ടെസ്റ്റ് ഉള്ളതുണ്ട്, 8 ടെസ്റ്റ് ഉള്ളതുണ്ട്. നമ്മളിപ്പം ഓപ്ഷൻ ചൂസ് ചെയ്യുന്നത് 11 ടെസ്റ്റിനുള്ളതാണ് ചൂസ് ചെയ്യുന്നത്. 1250 MRP ഉള്ള സാധനം നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റിന് എന്ത് ചെയ്യാൻ പറ്റും, ക്യാഷ്ലെസ് ആയിട്ട് സെറ്റിൽ ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പോൾ ലൊക്കേഷൻ ചോദിക്കും. ലൊക്കേഷൻ നമ്മൾ എന്ത് ചെയ്യുക, കൺഫേം ചെയ്ത് കൊടുക്കുക. നമ്മുടെ എവിടെയാണോ പിക്കപ്പ് സെൻറ്റർ എന്നുള്ള രീതിയിലുള്ള ലൊക്കേഷനാണ് സെലക്ട് ചെയ്യേണ്ടത്, കൊടുക്കുക. ഓർഡർ റിവ്യൂവിൽ പേഷ്യൻ്റെ പേര്, അഡ്രസ്സ്, അതുപോലെ ടൈം സ്ലോട്ട് ഉണ്ടായിരിക്കുന്നതായിരിക്കും. പിന്നെ അതുപോലെ ന്യൂറോബർഗ് ഡയഗ്നോസ്റ്റിക്കിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ചെക്കപ്പിന് വേണ്ടി നമുക്ക് അലോട്ടായിരിക്കുന്നത്. പാക്കേജിൻ്റെ എമൗണ്ട് 1250, MRP 1250 പക്ഷേ പെയ്ഡ് ബൈ സ്റ്റാർ ഹെൽത്ത് ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരുന്നില്ല, പേയ്മെൻറ്റ് അടയ്ക്കേണ്ടി വരുന്നില്ല. ഐ ഹിയർ ബൈ കൊടുത്ത ശേഷം പ്ലേസ് ഓർഡർ കൊടുക്കുക. വൺസ് ഓർഡർ പ്ലേസ് ആയതിനു ശേഷം അവിടെ നിന്നൊരു കോൾ ബാക്ക് ഉണ്ടായിരിക്കും. ടൈം സ്ലോട്ട് കാര്യങ്ങൾ നമുക്ക് ഡയറക്റ്റാണ് ചെല്ലേണ്ടത്, അതോ അല്ല പിക്കപ്പ് സെൻറ്ററിൽ നിന്ന് അവർ ഡയറക്റ്റ് വന്ന് പിക്കപ്പ് ചെയ്യാമെന്നുള്ളത് കോൾ ബാക്ക് വഴി അറിയിക്കുന്നതായിരിക്കും. ഇത്രയാണ് നമ്മുടെ പ്രൊസീജിയർ വരുന്നത്. ഓക്കെ, ഇപ്പോൾ പ്ലേസ് ഓർഡർ ആയിട്ടുണ്ട്.